സോ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള OET എക്സാംസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ IELTS എക്സാംസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് ഇപ്പോഴും ക്ലബിങ്ങിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കൺട്രിയിലേക്കാണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുക, C+ ഉണ്ടെങ്കിലോ C ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റ് മാത്രമേ B ഉള്ളെങ്കിലോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ വന്നിട്ടുണ്ട്. അതായത് ഏത് കൺട്രിയിലേക്ക് പോകാനാണ് ഞാൻ എലിജിബിൾ ആയിട്ടുള്ളത്, UK അയർലൻഡിലേക്കാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്കാണോ ന്യൂസിലൻഡിലേക്കാണോ? ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ക്ലബിംഗ് റിലേറ്റഡുള്ള ക്വയറീസ് എല്ലാം മാറ്റാനായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണും. കാര്യം ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിലേക്കും പോകാനുള്ള എലിജിബിൾ സ്കോഴ്സിൻ്റെയും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ എൻക്വയറീസ് വന്നിട്ടുള്ള അവരുടെ സ്കോഴ്സും അല്ലെങ്കിൽ ക്ലബിങ്ങിന് അവർ എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലബിംഗ് വീഡിയോസ് കണ്ടതിന് ശേഷമാണ് അവർക്ക് എക്സാക്ട്ലി അവർ ക്ലബിങ്ങിന് എലിജിബിൾ ആണെന്ന് അവർ അറിയുന്നതും അവർ ബാക്കി UK ആണെന്നുണ്ടെങ്കിലും അയർലൻഡിൻ്റെ ആണെങ്കിലും പ്രോസസ്സ് അടക്കം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൻ്റെ കാര്യങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ UK ആണ് ഒരുപാട് ക്വയറീസും വരുന്നത്. UK എലിജിബിൾ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 4 മൊഡ്യൂൾസിൽ നിങ്ങൾക്ക് 3 മൊഡ്യൂൾസ് റീഡിങ്ങിനും ലിസ്ണിങ്ങിനും സ്പീക്കിങ്ങിനും ഉറപ്പായിട്ട് നിങ്ങൾക്ക് B ആയിരിക്കണം. റൈറ്റിങ്ങിന് മാത്രം നിങ്ങൾക്ക് C+ ആയി പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അത് UK റിക്വയർഡ് സ്കോറാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലബിങ്ങിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എടുക്കാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ UKയുടെ എലിജിബിൾ സ്കോഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ക്ലബ്ബ് ചെയ്യാൻ നേരം വിത്തിൻ 1 ഇയർ വാലിഡിറ്റി ആയിരിക്കണം നിങ്ങളുടെ ക്ലബിംഗ് സ്കോഴ്സിന് വരേണ്ടത്. എന്തായാലും ഫോർ എക്സാമ്പിൾ ജിൻസിക്ക് 2 സെപ്റ്റംബർ 2023 കിട്ടിയിരിക്കുന്ന സ്കോറാണ് ലിസ്ണിങ്ങിന് C+, റീഡിങ്ങിന് Bയും റൈറ്റിങ്ങിന് Bയും സ്പീക്കിങ്ങിന് Bയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ ആൾ എക്സാം എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് നെക്സ്റ്റ് എക്സാം അല്ലെങ്കിൽ ക്ലബിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള സ്കോർ കിട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഇത് സ്കോർ ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 സെപ്റ്റംബർ 2024 മുന്നേ ഉള്ളൊരു സ്കോർ തന്നെ അല്ലെങ്കിൽ ഒരു എക്സാം തന്നെ ആൾ എടുത്തിരിക്കണമായിരുന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇവിടെ ജിൻസി എടുത്തിരിക്കുന്നത് 9 നവംബർ 2024 എക്സാം എഴുതിയിരിക്കുന്നത്. ആൻഡ് സ്കോർ വന്ന സമയത്ത് ലിസ്ണിങ്ങിന് B കിട്ടി, റീഡിങ്ങിന് C+ ആയി, റൈറ്റിങ്ങിന് B ആയി, സ്പീക്കിങ്ങിന് B ആയി. ഇത് ക്ലബിംഗ് പോസിബിൾ ആയിരുന്നതിനായിരുന്നു ഇഫ് ജിൻസി സെപ്റ്റംബറിന് മുന്നേ ഉള്ള എക്സാം ഡേറ്റ് എടുത്ത് എഴുതിയിരുന്നെങ്കിൽ. കാര്യം എന്താ, ലിസ്ണിങ്ങിന് C+ പോയത് ഓൾറെഡി ജിൻസിക്ക് നവംബറിൽ എക്സാം എഴുതിയപ്പോൾ അതിന് B കിട്ടി. ഓക്കെ, ബാക്കിയുള്ള എല്ലാത്തിനും തന്നെ C+, റൈറ്റിങ്ങിന് C ആയി പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, ബിക്കോസ് ക്ലബിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള സ്കോർ തന്നെയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് നവംബറിലോട്ട് എക്സാം പോയത് സെപ്റ്റംബറിൽ ഉള്ളിൽ എഴുതേണ്ട ഒരു സ്കോർ എക്സാം ആയിരുന്നു, പക്ഷേ നവംബറിലേക്കാണ് എക്സാം ഡേറ്റ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലബിംഗ് സ്കോർ അല്ല എന്നുള്ളതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് എഴുതുന്ന സമയത്ത് ഇനിയുള്ള നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 9 നവംബർ 2024 ക്ലബിങ്ങിന് എലിജിബിൾ ആയിട്ട്, അല്ലെങ്കിൽ ക്ലബിംഗ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ. നെക്സ്റ്റ് 8 നവംബർ 2025 മുന്നേ തന്നെ ഒരു എക്സാം എഴുതിയിരിക്കണം എന്തായാലും, എങ്കിൽ മാത്രമേ ഇപ്പോൾ വന്നിരിക്കുന്ന 9 നവംബർ 2024 ഡേറ്റ് നമുക്ക് ക്ലബിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായി? അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് റീഡിങ്ങിന് മസ്റ്റായിട്ട് B കിട്ടിയിരിക്കണം, എങ്കിലേ ഇത് ക്ലബിങ്ങിന് എലിജിബിൾ ആവുള്ളൂ. പക്ഷേ ഈ 2 സ്കോഴ്സും അയർലൻഡ് പോസിബിൾ തന്നെയാണ്, ബിക്കോസ് അയർലൻഡിന് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ C+ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ ജിൻസിക്ക് വേണമെങ്കിൽ അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ക്ലബിംഗ് നമ്മൾ എപ്പോഴും നോക്കുന്നത് എക്സാം ഡേറ്റ് ആണ്, അല്ലാതെ റിസൾട്ട് ഡേറ്റ് അല്ല. മേ ബി ജിൻസി ഇതിനകത്ത് വിചാരിച്ച് വെച്ചിരിക്കുക ചിലപ്പോൾ റിസൾട്ട് ഡേറ്റ് വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും റിസൾട്ട് ഡേറ്റ് അല്ല നോക്കുന്നത്, നമ്മൾ എക്സാം ഡേറ്റ് ആണ് നോക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള ടീനയുടെ ഒരു ക്വയറിയാണ്. അതിനകത്ത് ടീന ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ടീനയ്ക്ക് എക്സാം റിസൾട്ട് വന്നപ്പോൾ റീഡിങ്ങിന് 290, റൈറ്റിങ്ങിന് 360 ആണ്, സ്പീക്കിങ്ങിന് 380 ആണ്, ലിസ്ണിങ്ങിന് 370 ആണ്. നല്ല സ്കോർസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നേരത്തെ റീഡിങ്ങിന് B സ്കോർ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ടീന. പക്ഷേ നേരത്തെ റീഡിങ്ങിന് B സ്കോർ ഉണ്ടായിട്ടും കാര്യമില്ല. ഓൾറെഡി റീഡിങ്ങിന് 290 ആയിട്ടുള്ളത് കൊണ്ട് തന്നെ C ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലബിങ്ങിന് എലിജിബിൾ അല്ല. അതേസമയം റൈറ്റിങ്ങിന് അവിടെ C ആയി പോയിട്ടുണ്ടെങ്കിലും നേരത്തെ എക്സാമിന് റൈറ്റിങ്ങിന് C+, B ആയിട്ടുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ലായിരുന്നു, ക്ലബിംഗ് എലിജിബിൾ ആയിരുന്നു UKയുടെ കാര്യത്തിൽ. ഓക്കെ, പക്ഷേ ഇവിടെ റീഡിങ്ങിന് C ആയി പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് എലിജിബിൾ അല്ല. സോ വീണ്ടും നമ്മൾ ഒന്നും കൂടി എക്സാം എഴുതിയേണ്ടി വരും. ആ സമയത്ത് റീഡിങ്ങിന് Bയോ അല്ലെങ്കിൽ C+ഓ മസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, റൈറ്റിങ്ങിൻ്റെ കാര്യം, ഇനി Cയുടെ കാര്യം ഞാൻ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അത് 250 ഓർ എബോ ആയിരിക്കണം. 250 ബിലോ പോവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിൻ്റെ ക്ലബിംഗ് സ്കോർ എലിജിബിൾ ആയിരിക്കില്ല. ഒരുപാട് പേർക്കും അങ്ങനെ ഒരു ഡൗട്ടും ഉണ്ടായിട്ടുണ്ട്. റൈറ്റിംഗ് ഇപ്പോൾ 290, 280, 270, 260, 250 വരെ ഓക്കെയാണ്. അതിലേക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ റൈറ്റിങ്ങിൻ്റെ സ്കോർ C എലിജിബിൾ അല്ല, ക്ലബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇത് എല്ലാം തന്നെ UKയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അയർലൻഡിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അയർലൻഡിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള 3 മൊഡ്യൂളിന് B സ്കോർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ആൻഡ് ഒരു മൊഡ്യൂളിന് C+ ആയി പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അയർലൻഡിലേക്ക് ക്ലബിംഗ് പോസിബിൾ അല്ല, അത് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് സ്കോർ കിട്ടിയിട്ടുണ്ടാവേണ്ടത് എന്തായാലും. ഈ ഒരു സ്കോർ ഷീറ്റിൽ നിങ്ങൾക്ക് കാണാം കാൻഡിഡേറ്റിന് 22 ജൂൺ 2024 എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കോർസ് വന്നപ്പോൾ ലിസ്ണിങ്ങിന് B കിട്ടിയിട്ടുണ്ടായിരുന്നു, ആൻഡ് റീഡിങ്ങിന് C ആയി പോയിട്ടുണ്ട്, സ്പീക്കിങ്ങിന് B കിട്ടി,
ആൻഡ് റൈറ്റിങ്ങിനും ബി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റീഡിങ്ങിന് സി ആയതുകൊണ്ട് തന്നെ ഇതൊരു ക്ലബിംഗ് സ്കോർ അല്ല. അപ്പോൾ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിരിക്കുന്നത് ഈ 2 സ്കോർസ് അയച്ചിരുന്നു. രണ്ടാമത്തെ എക്സാം ആൾ എഴുതിയിരിക്കുന്നത് 28 സെപ്റ്റംബർ 2024 28 സെപ്റ്റംബർ 2024 എക്സാം എഴുതി. ലിസ്ണിങ്ങിന് C+ കിട്ടിയ ആൾക്ക് കുഴപ്പമില്ല, റീഡിങ്ങിന് ബി ആയി, സ്പീക്കിങ്ങിന് ബി ആയി, റൈറ്റിങ്ങിനും ബി ആയി. അപ്പോൾ എന്താ സംഭവിച്ചത്, കഴിഞ്ഞ എക്സാമിൻ്റെ സമയത്ത് എല്ലാം തന്നെ വന്നു, പക്ഷേ റീഡിങ്ങിന് ഓൾറെഡി സി ആയതുകൊണ്ട് തന്നെ ഇത് ക്ലബിംഗ് സ്കോറിന് വേണ്ടിയിട്ട് നമുക്ക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ ഈ കാൻഡിഡേറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നെക്സ്റ്റ് എക്സാം എഴുതുക. ഈ 28 സെപ്റ്റംബർ 2024 എക്സാം ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലബിംഗ് യൂസ് ചെയ്യാം. അതായത് 27 സെപ്റ്റംബർ 2025 മുന്നേ തന്നെ ഈ ഒരു സ്കോർ വെച്ച് ക്ലബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാംസ് എഴുതിയിരിക്കണം മസ്റ്റായിട്ടും. ഓക്കെ, എഴുതുമ്പോൾ ലിസ്ണിങ്ങിന് ബി സ്കോറും റീഡിങ്ങിന് C+ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, റൈറ്റിങ്ങിന് C+ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സ്പീക്കിങ്ങിന് C+ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. റൈറ്റിങ്ങിന് C+ഓ സിയോ ആയാലും കുഴപ്പമില്ല, ബിക്കോസ് ഓൾറെഡി ഇതിൽ ബി സ്കോർ കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതേപോലെയാണ് UK ക്ലബിന്. ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു സ്കോർ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ക്വയറി വന്ന സമയത്ത് ഈ ഒരു സ്കോർ ഷീറ്റ് അവർ ഏജൻസിക്കാർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ ഏജൻസിക്കാർ അവരുടെ പറഞ്ഞത് ഈ ഒരു സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലബ് ചെയ്യാം, നിങ്ങൾ ഇത്ര രൂപ ഞങ്ങൾ തടച്ചാൽ മതി, CBT എഴുതുക എത്രയും വേഗം തന്നെ, ആൻഡ് നമുക്ക് ഉടനെ തന്നെ ബാക്കിയുള്ള ജോബ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സ് പ്രോസസ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താ ആ ഏജൻസി കാശ് തട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്, അല്ലാതെ യാതൊരു രീതിയിലും ഇതൊരു ക്ലബിംഗ് സ്കോർ മീറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഉള്ള സ്കോറേ അല്ല എന്തായാലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് തന്നെ പറ്റിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ക്ലബിങ്ങിൻ്റെ ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കോഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്കോഴ്സോ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർ എലിജിബിൾ അല്ല. ഒരു ഏജൻസിക്ക് ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു എലിജിബിൾ സ്കോറോ UK റിക്വയർഡ് സ്കോറോ അല്ല. പിന്നെ അടുത്തൊരു ക്വയറി വന്നിരിക്കുന്നത് ഡെനിറ്റിന് സ്കോർ കിട്ടിയിരിക്കുന്നത് റീഡിങ്ങിന് 370 കിട്ടിയിട്ടുണ്ട്, ലിസ്ണിങ്ങിന് 380 കിട്ടിയിട്ടുണ്ട്, ആൻഡ് സ്പീക്കിങ്ങിന് 390 ആണ്, റൈറ്റിങ്ങിന് 290 ആണ്. സെക്കൻഡ് എക്സാം എഴുതിയ സമയത്ത് റീഡിങ്ങിന് 310 കിട്ടി, കുഴപ്പമില്ല, ബിക്കോസ് റീഡിങ്ങിന് ഓൾറെഡി നേരത്തെ ബി സ്കോർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ 310 പോസിബിൾ ആണ്, C+ വന്നിട്ടുണ്ട്. ലിസ്ണിങ്ങിന് ഓൾറെഡി 380 നേരത്തെ കിട്ടി, ആൻഡ് ഇപ്പോൾ ലിസ്ണിങ്ങിന് 330 ആണ്, യാതൊരു കുഴപ്പമില്ല. സ്പീക്കിങ്ങിന് ഓൾറെഡി 390 നേരത്തെ കിട്ടി, ഇപ്പോഴത്തെ സ്കോറിൽ 370 ആണ്, ക്ലബിംഗ് പോസിബിൾ ആണ്. റൈറ്റിങ്ങിന് 290, അതായത് C ആയിരുന്നു നേരത്തെ, ഞാൻ പറഞ്ഞു C ആയിരുന്നു, ആൻഡ് ഇപ്പോഴത്തെ എക്സാം എഴുതിയ സമയത്ത് 350. സോ ഡെനിറ്റ് കൺഗ്രാജുലേഷൻ, ഡെനിറ്റ് എലിജിബിൾ ആണ്, ഇതൊരു ക്ലബിംഗ് സ്കോറാണ്, റിക്വയർഡ് സ്കോറാണ്, ക്രൈറ്റീരിയ എല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഡെനിറ്റ് എനിക്ക് എക്സാം ഡേറ്റ്സ് എന്നൊക്കെയായിരുന്നു എന്നുള്ള കാര്യം പ്രീവിയസ് എക്സാംസിൻ്റെ പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രീവിയസ് എക്സാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിത്തിൻ 1 ഇയറിനുള്ളിലാണ് എക്സാം എഴുതിയിട്ടുള്ളതും ക്ലബിംഗ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊരു UK റിക്വയർഡ് സ്കോർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റൈറ്റിങ്ങിന് മാത്രമാണ് ആൾക്ക് എന്താ 290 ആയിട്ടുള്ളത്, ഇപ്പോൾ C സ്കോറാണ്. പക്ഷേ അത് 240 എങ്ങാനും ആയിരുന്നെങ്കിൽ ഇതൊരു ക്ലബിംഗ് സ്കോർ അല്ല. ഓക്കെ, 250 ഓർ എബോവ് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിതിനെ ഒരു ക്ലബിംഗ് സ്കോറായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുക എന്തായാലും. നമുക്ക് ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നു ക്ലബിങ്ങിൻ്റെ ഇതായിട്ട് അല്ലെങ്കിൽ റീഡിംഗ് ലിസ്റ്റിങ്ങിന് തന്നെ കുറേ സ്കോർസ് പോയിട്ട് കുട്ടികളെല്ലാം നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് റീഡിംഗ് ലിസ്റ്റിങ്ങിന് കൊടുക്കുന്നത്. ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടെന്ന് പറയുമ്പോഴത്തേനും ഓരോ റീഡിങ്ങിനും ലിസ്റ്റിങ്ങിനും നമ്മൾ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യും നമ്മുടെ കാൻഡിഡേറ്റ്സിന്. അപ്പോൾ അവർക്ക് എന്താണോ എവിടെയാണോ പോരായ്മ എന്നുള്ളത് ഓരോ മണിക്കൂറിൻ്റെ ക്ലാസ്സിലും ഏകദേശം ഒരു 10 തൊട്ട് 15 മണിക്കൂറോളം ക്ലാസ്സുകൾ വരും. അപ്പോൾ ഓരോ സെഷനിലും 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ ഓരോ മെറ്റീരിയൽസ് ആയിട്ട് എടുത്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, മിക്ക സ്ഥലങ്ങളിലും ഗ്രൂപ്പ് ക്ലാസ്സുകളും കാര്യങ്ങളും വരുമ്പോൾ കുട്ടികൾക്ക് എന്താണ് പോരായ്മ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എന്താണ് ബുദ്ധിമുട്ടെന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. പക്ഷേ ലിമിറ്റഡ് അഡ്മിഷൻസ് ആണ്, നമ്മൾ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ക്ലാസ്സസ് എടുക്കാറുള്ളൂ, അത് റീഡിങ്ങിനും ലിസണിങ്ങിനും അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങൾ റീഡിംഗ് ലിസണിംഗ് ഒക്കെ നിങ്ങളുടെ സ്കോർസ് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം എടുക്കുക. അല്ലാതെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആകാന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് മനസ്സുകൊണ്ട് കോൺഫിഡൻ്റ് ആയ പോലെ കോഴ്സ് നോക്കുമ്പോൾ മിനിമം ഒരു 5 to 10 സെറ്റ് ഓഫ് എക്സാംസ് നിങ്ങൾ എടുക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പ്രോപ്പർ ടൈം വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എബോ ഒരു 33 അല്ലെങ്കിൽ ഒരു 34, 35 സ്കോഴ്സിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാമിന് കോൺഫിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. അല്ലാതെ നിങ്ങൾ ചാടിക്കയറിപ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മിനിമം ഒരു 5 to 10 പ്രാക്ടീസ് സെറ്റെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ, നന്നായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്യുമ്പോൾ ഇതേപോലെ സ്കോഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മിക്കവാറും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ അഡ്വൈസ് കൊടുക്കാറുള്ളത്. ആ രീതിയിൽ അവർ പ്രോപ്പറായിട്ട് 1-on-1 ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടി അവർ പഠിച്ച് പോകുമ്പോൾ അവർക്ക് നല്ല സ്കോർസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം ഈ 1-to-1 സെഷൻസിനോടൊപ്പം ലൈവ് ക്ലാസ്സുകൾ വരുന്നത് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് വീഡിയോസിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഈവൻ വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്താണെങ്കിലോ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലോ നിങ്ങളൊരു ഹെക്ടിക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലോ ഒരു ഹാഫ് ആൻ അവറെങ്കിലും നിങ്ങൾക്ക് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ ഈ റീഡിങ്ങിൻ്റെ ഒരു ബി പാർട്ടിൻ്റെ ഒരു ക്വസ്റ്റിനോ ലിസ്ണിങ്ങിൻ്റെ ഒരു സെഷനോ എടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിൽ നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ച് ആ റെക്കോർഡ് വീഡിയോസ് കാണാനും ആക്സസ് ചെയ്യാനും
ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി എന്തെങ്കിലും നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, എസ്പെഷ്യലി റീഡിങ്ങിൻ്റെ ലിസ്ണിങ്ങിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. കാര്യം റൈറ്റിംഗ് സ്പീക്കിംഗ് തന്നെ എല്ലാവർക്കും തന്നെ കിട്ടും, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ റീഡിങ്ങിൻ്റെ ലിസ്ണിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തായാലും. അതുപോലെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട് റീഡിങ്ങിൻ്റെ ലിസ്ണിങ്ങിന് വേണ്ടിയിട്ട്. അതിനകത്ത് എന്നും ഡെയിലി നമ്മൾ 2 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യുക. കാര്യം എത്രയോ കുട്ടികളാണ് നമ്മളിത് ഫീഡ്ബാക്ക് അറിയിക്കുന്നത്, അവർക്ക് എത്രയോ യൂസ്ഫുള്ളായി. കാര്യം ഒരുപാട് ഫിനാൻഷ്യൽ റിസ്ട്രെയിൻസ് ഉള്ള കുട്ടികളുണ്ടായിരിക്കും, അവർക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കിട്ടുന്ന റിസോഴ്സുകൾ, അതിനകത്ത് മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. ഈവൻ അതിനുശേഷമുള്ള CBTയുടെ ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ് ഇടുന്ന ഗ്രൂപ്പിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ എന്താണ് ഒരു സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങൾ അറിയാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കി തരുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ബാക്കിയുള്ള CBTയോ OSCEയോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനുള്ള പ്രിപ്പറേഷനോ പോലെ അല്ല OETയുടെ കാര്യം. അതൊരു ലാംഗ്വേജ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് എത്രത്തോളം നന്നായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു അതിൻ്റെ ഒരു 100 ഇരട്ടി നിങ്ങളുടെ സൈഡിൽ നിങ്ങളുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് OETക്ക് നല്ലൊരു സ്കോർ കിട്ടും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഞാൻ ഇന്ന് എത്ര മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തെല്ലാം പ്രോപ്പറായിട്ടാണോ ചെയ്തത്. ഒരു നമ്പർ ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല, ഒരു അർത്ഥമില്ല. ആദ്യം ഒരു 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ ഓരോന്നും കണ്ടത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ തന്നെ MNCയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള OMR ഷീറ്റ് ഉണ്ട്, അതിനകത്ത് ആൻസേഴ്സ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് അയച്ചു തരാനാണ് പറയാം. ഓക്കെ, അപ്പോൾ ഒരു 2 സെറ്റ് ഓഫ് മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിമെൻഷ്യ അല്ലെങ്കിൽ അൾസൈമേഴ്സിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ 2 മെഡിക്കൽ കണ്ടീഷൻസ് വരുന്ന 2 റീഡിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഒരു ലിസ്ണിങ്ങിൻ്റെയും ടോപ്പിക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു 2 തവണ പ്രാക്ടീസ് ചെയ്യാം. ആദ്യത്തെ ഒരു തവണ നിങ്ങൾക്ക് ഒരു 20 ആണ് സ്കോർ കിട്ടിയെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 42, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഈ 20 നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ള ഫെമിലിയർസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള 22 നിങ്ങൾക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ പേസ് ആയിരിക്കാം, ആക്സെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഡ്രഗ് നെയിം നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടുണ്ടായിരിക്കില്ല, ആ പുതിയ ഫ്രേസ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കാതെ ഈ 22 മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് നിങ്ങൾ അറിയാതെ നെക്സ്റ്റ് അടുത്തൊരു മെറ്റീരിയൽ ചെയ്യാം, ഇനി അതിൻ്റെ അടുത്തൊരു മെറ്റീരിയൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റ് എവിടെയാണ് നിങ്ങൾക്ക് പറ്റിയെന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നില്ല. ഈ സെയിം തെറ്റുകൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ആൻസേഴ്സ് ആയിട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും തെറ്റിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ കംപ്ലീറ്റ് മെറ്റീരിയൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തറവായതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ആ മെറ്റീരിയൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ ആൻസേഴ്സും നിങ്ങൾ കണ്ടുപിടിച്ചു. ഈവൻ ഗൂഗിളിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താണ് ആൻസേഴ്സ്. അപ്പോൾ ഇത്രയും നമ്മൾ റിസർച്ച് ചെയ്ത ഒരു മെറ്റീരിയൽ എഫക്റ്റീവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു പ്രോപ്പർ പ്രാക്ടീസ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നെയിമുകളോ കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത മെറ്റീരിയലും വന്നു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും ആൻസേഴ്സും കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഒരു പേസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും റെപ്പറ്റീഷൻ വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം ഒരുപാട് കുട്ടികൾ നമ്മളത്തെ എൻക്വയറി ആയിട്ട് വരുന്ന മിക്ക കുട്ടികളും തന്നെ റിപ്പീറ്റേഴ്സ് ആയിരിക്കും. കാര്യം ബിഗിനേഴ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല. ബിഗിനേഴ്സിൽ ഞങ്ങൾ ആദ്യം തൊട്ടേ തന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് മോൾഡ് ചെയ്ത് അവരെ പറഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതൊക്കെ എന്തായാലും. പക്ഷേ റിപ്പീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു പല സ്ഥലങ്ങളിൽ പോയി പഠിച്ചിട്ട് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാതെ ഫുൾ മിക്സഡ് കൺഫ്യൂഷൻ. കാര്യം യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത്രയും മിക്സഡ് കൺഫ്യൂഷനിലായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴാണ് അവരുടെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എത്രത്തോളം ഇൻപുട്ട് അവർക്ക് നേരത്തെ ഇടാമായിരുന്നു എന്നവർക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ ഒരു 50 മെറ്റീരിയൽ തീർക്കാനോ 100 മെറ്റീരിയൽ തീർക്കാനോ അതിൻ്റെ പുറകെ പോകരുത്. മെറ്റീരിയൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചിരുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോന്നും നിങ്ങൾ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ എന്തായാലും. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ക്ലബിങ്ങിൻ്റെ ക്രൈറ്റീരിയ, റിക്വയർഡ് സ്കോഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതുവരെ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫർദർ നിങ്ങൾക്ക് എന്ത് ക്വയറീസോ കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. OETയുടെ കാര്യത്തിലാണെങ്കിലും CBT ആണെങ്കിലും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിറ്റ്സ് മീ യദുകൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.